ചോക്ലേറ്റ് ബോയ് പോലെ കണ്ടിരുന്ന കുഞ്ചാക്കോൻ പോലീസ് ഓഫീസറായിട്ട് വേറെ ലെവല്. കാരണം ഇനി വെച്ചൊരു കയറ്റാണ്. അതുപോലത്തെ ഒരു പെർഫോമൻസാണ് സിനിമ. വേറെ ലെവലാണ്. കാരണം അതുപോലെ തന്നെ ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന മയക്കുമരുന്ന്, കഞ്ചാവ്, ഇതിനൊക്കെ അതുപോലെ തന്നെ ഇന്നത്തെ ആ ന്യൂ ജനറേഷൻ്റെ പല രീതിയിൽ തുറന്നു കാണിച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. ഗംഭീര പെർഫോമൻസ്. അല്ല, കുഞ്ചാക്കോൻ എൻ്റെ പൊന്നെ മാസാണ്. അടിപൊളി, നല്ല സിനിമ. എല്ലാവരും കാണാൻ. പ്രിയാമണി, മീനാക്ഷിക്കുട്ടി എല്ലാവരും ഗംഭീരമായിട്ട് അഭിനയിച്ചു. അടിപൊളി, നല്ല ഫൈറ്റൊക്കെ ഗംഭീരം. ഭയങ്കര സന്തോഷമുണ്ട് ഈ പടം. ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ ഹാപ്പി സീനാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ ഒരുപാട് മുകളിലേക്കാണ് പരിപാടി പോയേക്കണേ. ത്രില്ലിംഗ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം തിയേറ്ററിൽ പോയിട്ട് കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരം. നമ്മൾ ഇതുവരെ കാണാത്തൊരു ചാക്കോച്ചല്ലേ, ഇതുവരെ കാണാത്തൊരു ചാക്കോച്ചനെ കാണണമെങ്കിൽ ഇവിടെ വരണം. കാരണം അത്രയും നല്ല ഈ പുതിയ ഗെറ്റപ്പ് ചേഞ്ച് ഒന്നും പറയാനില്ല, അൺബിലീവബിൾ. കാരണം എന്ന് പറഞ്ഞാൽ അത്രയും ആ ഗെറ്റപ്പ് ചേഞ്ച് നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ല. ഇത് പിന്നെ ഏത് ജനറലുള്ളതെന്ന് വെച്ചാൽ സാധാരണ ഒരു ഇൻവെസ്റ്റിഗേഷനൊക്കെയാണ്. പക്ഷേ ഇൻവെസ്റ്റിഗേഷനിലും അപ്പുറം ഇതിലെ സ്റ്റോറി എടുത്തു പറയേണ്ടതാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള പെൺകുട്ടികൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്റ്റോറി ഒന്നത്. പിന്നെ ചാക്കോച്ചൻ്റെ പെർഫോമൻസ്, ആ ഗെറ്റപ്പ് ചേഞ്ച് എല്ലാം വേറെ ലെവലാണ്. വില്ലന്മാരൊക്കെ ടോപ്പ്. ആ വില്ലനായിട്ട് അഭിനയിച്ചവരെല്ലാം അവരെല്ലാവരും പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. പക്ഷേ ചാക്കോച്ചൻ്റെ ഈ ഒരു ലെവലിലുള്ള പെർഫോമൻസ് ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമ്മൾ ഒട്ടും സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും എക്സ്പെക്ടേഷൻ ചെയ്യാതെയാണ് വന്നത്. ഞാൻ വിചാരിച്ചു സാധാരണ ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്. പക്ഷെ അതൊന്നല്ല, വേറെ ലെവലാണ്. അഞ്ചാം പാതിര സൈക്കോ വേറെ ലെവൽ. പക്ഷെ അതിലൊക്കെ സാധാ ചാക്കോച്ചനാണ്, ഒരു സാധാ പോലീസ് ഓഫീസർ. പക്ഷെ ഇതിൽ വേറെ ലെവൽ പോലീസ് ഓഫീസർ. നെട്ടിച്ചു എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ നെട്ടിച്ചു. നമ്മളെ ഗംഭീരം പടം, ടോട്ടലി അതിഗംഭീരം, ഒന്നും പറയാനില്ല. സൂപ്പർ 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 മൂവി, മസ്റ്റ് വാച്ച്, ഫാമിലി മസ്റ്റ് വാച്ച്. തിയേറ്ററിൽ നിന്ന് ടോട്ടലി എൻ്റെ അഭിപ്രായം മിസ് ചെയ്യാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിലുള്ള പെൺകുട്ടികളും അവരുടെ ഫാമിലി തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട പടം. ടോട്ടലി അൺബിലീവബിൾ, നല്ല സൂപ്പർ മൂവി, സൂപ്പർ സൂപ്പർ. അതെയോ, താങ്ക് യു സോ മച്ച്. എനിക്കും തോന്നുന്നു അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല റെസ്പോൺസാണ്, ഇറങ്ങിയിട്ട് കിട്ടുന്ന നല്ല റെസ്പോൺസാണ്. കഷ്ടപ്പെട്ടതിൻ്റെ ബലം ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് മൂവിയാണ്. അതെ അതെ. നമുക്ക് കുറച്ച് നാൾ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ചാക്കോച്ചൻ്റെ കൂടെ അത്യാവശ്യം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് അദ്ദേഹത്തിൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയത് തന്നെ വലിയ കാര്യമാണ്. ചാക്കോച്ചൻ വളരെ ഫ്രണ്ട്ലിയാണ്. നമുക്ക് ഒരു പ്രഷർ ഫീൽ ചെയ്യില്ല അദ്ദേഹത്തിനോട് എന്തെങ്കിലും ചെയ്യുമ്പോൾ. എല്ലാവരും അതുപോലെ തന്നെയാണ്. എല്ലാ ആക്ടേഴ്സും, ഞാൻ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ആക്ടേഴ്സും അതുപോലെ തന്നെയായിരുന്നു. സോ തിയേറ്ററിൽ കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു താങ്കളുടെ പെർഫോമൻസ്, കൂടെയുള്ളവരുടെ ആ ഒരു പെർഫോമൻസ് ഒക്കെ മൊത്തത്തിൽ? എല്ലാവരും നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല, ബാക്കി എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വിശാഖാണെങ്കിലും ലേ ആണെങ്കിലും എല്ലാവരും പുതിയ ആക്ടേഴ്സാണ്. അവർ പക്ഷേ കണ്ടാൽ പറയില്ല അവർ പുതിയ ആക്ടേഴ്സാണ് എന്ന്. എല്ലാവരും അങ്ങനെ പറയുന്നത്. ഞാൻ ഓഡീഷൻ കൊടുത്തിട്ടാണ്, കാസ്റ്റിംഗ് കോൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ട് കൊടുത്തിട്ടാണ് വരുന്നത്. എന്നെയോ? എൻ്റെ പേര് ഐശ്വര്യ, എൻ്റെ നാട് പത്തനംതിട്ടയാണ്. ഞാൻ MA ജേർണലിസം കഴിഞ്ഞിട്ടാണ്, എൻ്റെ ക്ലാസ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ തന്നെ എനിക്ക് ഫിലിം കിട്ടിയത്. സോ അപ്പോൾ തന്നെ ഷൂട്ട് തുടങ്ങി, ഇപ്പോൾ റിലീസായി. സോ ഇനി എന്താണ് എന്നറിയില്ല. മലയാളത്തിൻ്റെ വാമിക്കോ കബിയായിട്ട് തോന്നുന്നു. അറിയില്ല, നമ്മൾ കണ്ണിലല്ലോ, ഭാവിയിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതിലിരിക്കും. സോ ഇത് ഫിലിമിന് വേണ്ടി ചെയ്തതാണ്. ഈ ഒരു ലുക്ക് ഫിലിമിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. ആൻഡ് ലൈഫിൽ ഇങ്ങനെയല്ല, ഈ കാണുന്ന രൂപമാണ്. താങ്ക് യു സോ മച്ച്. പടം ഭയങ്കര ഗംഭീരമായിരുന്നു, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഒരു ത്രില്ലർ മൂവിയാണല്ലോ, അപ്പം ചെയറിൻ്റെ അറ്റത്തിരുന്ന് കാണുന്ന പോലത്തെ ഒരു മൂവി. ഇൻ്റർവെൽ വരെ പെർഫെക്റ്റ് സൈലൻസ് ആയിരുന്നു തിയേറ്ററിനകത്ത്. ചാക്കോച്ചൻ്റെ പെർഫോമൻസ് ഒക്കെ ചാക്കോച്ചൻ്റെ വേറൊരു ലെവൽ ഓഫ് പെർഫോമൻസാണ് കണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെയൊക്കെ ചെറുപ്പം തൊട്ട് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ചാക്കോച്ചൻ്റെ ആദ്യത്തെ സിനിമ കാണുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള ചാക്കോച്ചൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലിലേക്ക് അങ്ങ് പോയേക്കുകയാണ്. ട്രാക്ക് മാറ്റിയപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ട്രാക്ക് മാറ്റിയാൽ നമ്മൾ കുറച്ച് നാൾ ആയിട്ട് ഇങ്ങനെ ചാക്കോച്ചൻ വേറൊരു ലെവലിലേക്ക് വരുന്നത് കാണുന്നുണ്ട്. പക്ഷേ ചാക്കോച്ചൻ്റെ ഇൻട്രൊഡക്ഷൻ സീനിൽ ആ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ, ചാക്കോച്ചനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പെർഫോമൻസ് കണ്ടപ്പോൾ തന്നെ ഞാനാകെ ഫ്ലാറ്റായി. കാരണം ചാക്കോച്ചൻ്റെ അപ്പം നമുക്ക് മനസ്സിലായി വേറെ എന്തോ ആണ് വരുന്നതെന്നുള്ളത് മനസ്സിലായി. പിന്നെ ഷാഹി കബീറിൻ്റെ പെർഫെക്റ്റ് സ്ക്രിപ്റ്റ്, അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റുകളുടെ വലിയൊരു ഫാനാണ് ഞാൻ. അപ്പോൾ
അപ്പോൾ ജോസഫ് ആണെങ്കിലും നായാട്ടാണെങ്കിലും ഇലവീഴ പൂഞ്ചിറയാണെങ്കിലും അങ്ങേറ്റം നല്ലൊരു അടുത്ത ഒരു അതിനേക്കാളും ഗംഭീര ഒരു സാധനമാണ് വരുന്നതെന്നുള്ള മുഴുവനുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഷാഹി കബീറിൻ്റെ ആ സ്ക്രിപ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് സ്റ്റാർ എന്ന് പറയുന്നത്. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരാൾ ക്രാഫ്റ്റ് ചെയ്യുമ്പോഴാണ് അത് അടുത്തടുത്ത ലെവലിലേക്ക് വരുന്നത്. ഫസ്റ്റ് സ്റ്റാർട്ടിങ് എപ്പോഴും സ്ക്രിപ്റ്റാണല്ലോ. പിന്നെ ഷാഹി കബീറിൻ്റെ ഗംഭീര ഒരു സ്ക്രിപ്റ്റാണ്. പിന്നെ അതിനുശേഷം ജിത്തുവിൻ്റെ ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ. പിന്നെ മാർട്ടിൻ പ്രക്കാട്ട് ബാക്കപ്പായിട്ട് ഇവർക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ മ്യൂസിക് ഗംഭീരമായിരുന്നു. പിന്നെ ഒരു പുതുമുഖമാണല്ലോ അന്ന എന്നുള്ള റോള് ചെയ്ത ഐശ്വര്യയുടെ പെർഫോമൻസും ഗംഭീരമായിരുന്നു. പിന്നെ നമ്മുടെ പഴയ കുപ്പിയായിട്ട് കണ്ട കുപ്പിനെ വേറൊരു രീതിയിലാണ് ഇതിനകത്ത് നമ്മൾ കണ്ടത്. എന്തോ എല്ലാം നല്ലതായിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ഒരു ടീനേജ് പെൺകുട്ടിയുടെ അമ്മയാണ് ഞാൻ. അപ്പോൾ എൻ്റെ ഒരു ആസ്പെക്റ്റിൽ നമുക്ക് നമ്മൾ ആ ടീനേജ് കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ പല കാര്യങ്ങളും അവർക്ക് ഇഷ്ടപ്പെടുകയല്ല, ഉപദേശമായിട്ട് തോന്നും. പക്ഷേ ഈ ഒരു മൂവി കൊണ്ടുവന്ന് ആ മോളുടെ നിങ്ങൾക്ക് ടീനേജ് പെൺമക്കളുണ്ടെങ്കിൽ അവരുടെ ഒപ്പം കൊണ്ടുവന്ന് ഇരുത്തി ഈ മൂവി കാണിക്കുക. ഈ സമൂഹത്തിൻ്റെ ഇപ്പോഴത്തെ ഇതെന്താണെന്നുള്ള ഒരു വ്യക്തമായൊരു നേർക്കാഴ്ച തരുന്നൊരു ചിത്രമാണ്. സിനിമ കണ്ടതുകൊണ്ട് ഒരു ചേഞ്ച് വരും തോന്നുന്നുണ്ടോ? മനസ്സിലാക്കാൻ പറ്റുമല്ലോ. കുഞ്ഞുങ്ങൾക്ക് നമുക്ക് പേരൻസിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ ആ ലിമിറ്റേഷൻസ് മാറിയിട്ട് നമുക്ക് ആ പേരൻസിന് നമുക്ക് പറഞ്ഞു കൊടുക്കുന്ന നമ്മളെ മക്കളെ പറഞ്ഞ് ഒരു കാര്യം മനസ്സിലാക്കുന്നതിനേക്കാളും കുഞ്ഞുമായിട്ട് വന്ന് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. അതാണ് എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാനുള്ള വേറൊരു റീസൺ. താങ്ക് യു. മാർട്ടിൻ പ്രക്കാട്ട് എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസർ, അത് പുള്ളി ഇതിനു മുമ്പ് നമ്മളെ അതിശയിപ്പിച്ചിട്ടുണ്ട്. പുള്ളി ഇതിനു മുമ്പ് വേറെ നല്ല നല്ല പടങ്ങൾ എടുത്തിട്ടുണ്ട് പുള്ളി. ഇപ്പൊ ചോക്ലേറ്റ് ബോയ് ആയിട്ടുള്ള കുഞ്ചാക്കോനെ പോലീസ് ഓഫീസറായിട്ട് നല്ല അടിപൊളിയായിട്ട് പുള്ളി ഇതിനകത്ത് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പുള്ളി ഇതേപോലെ ഇനിയും നല്ല നല്ല പടങ്ങൾ ചെയ്യട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. എങ്ങനെയുണ്ട് പടം അഭിലാഷട്ടായും? ഞാൻ ചോദിക്കും, പടം എങ്ങനെയുണ്ടെന്നോ, പണ്ട് ചോക്ലേറ്റ് ബോയ് ആയിട്ട് നമ്മൾ കണ്ടിരുന്ന കുഞ്ചാക്കോവൻ നിറഞ്ഞാടിയൊരു സിനിമയാണ്. കാരണം ഇന്ന് നടക്കുന്ന മയക്കുമരുന്ന്, കഞ്ചാവ് ഇതിനൊക്കെതിരെ, അതായത് ഇന്നത്തെ തലമുറ ആണോ പക്ഷേ പ്രതികരിക്കുന്ന ഒരു സിനിമയാണ്. ആണോ അല്ലയോ? അതായത് കഞ്ചാവ് അടിച്ചൊക്കെ നടക്കുന്ന പിള്ളേർക്ക് ഇനി തിരുത്താം എന്ന് കൊടുത്തിരിക്കുന്ന സിനിമ. പടം എങ്ങനെ വേറെ മൂടാണ്. മയക്കുമരുന്ന് കഞ്ചാവിനൊക്കെ എതിരെ ഉണ്ടല്ലോ, നൈസായിട്ട്. കാരണം ഇനി ആരും കഞ്ചാവ് അടിക്കില്ല, മയക്കുമരുന്ന് വെക്കില്ല. ഈ സിനിമ കണ്ടാൽ മതി. മാർട്ടിൻ പ്രക്കാട്ട് നല്ലതാണ്. നിർമ്മാണം അടിപൊളിയാണ്, വേറെ ലെവലാണ്. എന്തായാലും കുഞ്ചാക്കോവൻ നിറഞ്ഞാടിയിരിക്കുകയാണ്. ഏതായാലും കുഞ്ചാക്കോവനും മാർട്ടിൻ പ്രക്കാട്ട് സാറിന് 1000 നന്ദി. ഇതേപോലത്തെ ഇനിയും സിനിമകൾ മാർട്ടിൻ പ്രക്കാട്ട് സാർ പ്രൊഡ്യൂസ് ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുതിയതായിട്ട് വന്ന എല്ലാ കുട്ടികളും ഗംഭീരമായിട്ട് പെർഫോമൻസ് ചെയ്തു. അവരുടെ ഇനി മലയാള സിനിമ പൊന്മുത്താവട്ടെ. എന്തായാലും ഒരുമിച്ച് ഇനി മുതൽ കഞ്ചാവ് മാഫിയക്കെതിരെ ഞങ്ങൾ പോരാടും. ഇനി കഞ്ചാവ് ഉണ്ടാവില്ല. ലഹരി ഇതോടെ ഈ പടം കണ്ടത് ലഹരി ആരും ഉണ്ടാവും. വില്ലൻ വേറെ മൂടാ. ഇനി കൊച്ചിയിൽ ലഹരിയില്ല. ഉറപ്പോട് ലഹരിയില്ല. ലഹരി ഉണ്ടെങ്കിലാണ് അഭിനയിക്കാൻ പറ്റുള്ളൂ. ലഹരി ഉണ്ടാവില്ലെന്ന് പറയാൻ പറ്റില്ല, എന്നാലും അഭിനയിക്കാൻ പറ്റുള്ളൂ. ശ്രീനാഥ് വാസിന്റെ ഒരെണ്ണം അടിച്ചിട്ടാണ് അഭിനയിക്കണ. അപ്പൊ ആ ക്യാമറയിൽ ഒരു ഇത് ഓക്കെ. നല്ല സിനിമ. ഈ സിനിമയിൽ കുറച്ച് നല്ലൊരു റോൾ കിട്ടിയിട്ടുണ്ട്. ആൻസി ചേച്ചി ഒരുപാട് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണെന്ന് അറിയാം. എങ്ങനെ തോന്നി ചാക്കോച്ചന്റെ പടത്തിൽ ഇങ്ങനെ ഒരു റോൾ കിട്ടിയപ്പോൾ? ഓക്കെ, ഈ ഒരു ടീമിനൊപ്പം ഡബ്ബായിട്ടൊക്കെ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇരട്ടയിൽ ഞാൻ അഞ്ജലിക്ക് ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരുമായിട്ട് പരിചയം. വൈഫ് ക്യാരക്ടർ. ഓക്കെ, അത് കഴിഞ്ഞ് ഇത് വന്നപ്പോൾ ഇങ്ങനെ ഓഡീഷൻ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. ഓഡീഷൻ അറ്റൻഡ് ചെയ്തു, കിട്ടി. വലിയ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. അപ്പോൾ ചാക്കോച്ചന്റെ ഒരു മികച്ച പെർഫോമൻസ്, ചാക്കോച്ചന്റെ കരിയറിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിരുന്നു. നിങ്ങൾ പടം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നലുണ്ടായിരുന്നു ഇത് ചാക്കോച്ചന്റെ കരിയറിനെ? 100%. ബിക്കോസ് ഞാൻ ചാക്കോച്ചിനെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. അപ്പം കണ്ടിട്ടുള്ള ഒരാളെയല്ല, സെറ്റിലടക്കം ഭയങ്കര റഫ് ആൻഡ് ടഫായിട്ട് ആളത് കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു, ആ ഒരു ക്യാരക്ടർ പോസ്റ്റേഴ്സ്. അപ്പോൾ ഇതെന്തോ ഒരു വലിയ പരിപാടിയാണെന്നുള്ളൊരു സാധനം. പിന്നെ മാർട്ടിൻ ചേട്ടൻ, ജിത്തു ചേട്ടൻ, അങ്ങനെ എല്ലാ ടീമും ഇറങ്ങുമ്പോൾ നമുക്കറിയാമല്ലോ, വെറുതെ ഒരു പരിപാടി. ഷാഹി ചേട്ടൻ. അപ്പോൾ ഈ സിനിമ കാണാത്ത പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? തിയേറ്ററിൽ വന്ന് കാണേണ്ട ഒരു പടമാണ്. ക്രൈം ത്രില്ലറാണ്. അപ്പോൾ അതിൻ്റെ സ്കോറും കാര്യങ്ങളും ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട് തിയേറ്ററിന് വേണ്ടിയിട്ട് തന്നെ ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുക. ഒരു സീറ്റഡ് മൂവി എന്നുള്ള രീതിയിൽ തന്നെ കാണാം. ത്രൂ ഔട്ട് നമ്മൾ എന്താണ് ഇനി എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയോട് കൂടി കാണേണ്ട ഒരു പടമാണ്. എനിക്ക് സൗണ്ട് ഇല്ല. താങ്ക് യു വെരി മച്ച്. കണ്ടോ നിങ്ങളെല്ലാവരും? ഇഷ്ടപ്പെട്ടു? അതെ, അത് എനിക്ക് തോന്നുന്നു വളരെ ഒരു ലക്കാണ്. എന്ന് വെച്ചാൽ ചാക്കോച്ചൻ സാറിനെ പോലെ വന്ന് ചെയ്യുമ്പോൾ അതേ ലെവലിലുള്ള വില്ലന്മാരെ കഥയിൽ എഴുതുക എന്ന് പറഞ്ഞത് തന്നെ
ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഷാഹി സാർ ആണെങ്കിലും വളരെ നല്ലോണം ചെയ്തിട്ടുണ്ട്. ആൻഡ് ജിത്തു സാർ നമുക്ക് ആ ഒരു സ്പേസ് തന്നു എന്നതിലാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ കാരണം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നായകനെ കടപിടിക്കുന്ന വില്ലന്മാരാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഓൾ ക്രെഡിറ്റ് ഗോസ് ടു ദം. ബട്ട് തിയേറ്ററിൽ കണ്ടിട്ട് താങ്കളുടെ പെർഫോമൻസ് തന്നെ കണ്ടിട്ട് അത് നിങ്ങളല്ലേ പറയണ്ടേ. എനിക്കൊന്ന് ഓക്കെ ആയിരുന്നു. ഞാൻ കുറേ ചില കാര്യങ്ങളൊക്കെ അയ്യോ ഇത് വരണമോ ഇത് പ്രശ്നമാവോ എന്നൊക്കെ വിചാരിച്ചൊക്കെ എനിക്ക് തോന്നുന്നു ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. ബട്ട് എൻഡ് ഓഫ് ദി ഡേ എനിക്ക് തോന്നുന്നു അത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ആൻഡ് അതെ ചിത്രമാണ് തീർച്ചയായിട്ടും. അത് എനിക്ക് തോന്നുന്നു ഇതൊരു സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് തന്നെയാണ്. അത് നമ്മൾ ബ്രീച്ച് ചെയ്യാതെ വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കമൻട്രി പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഐ തിങ്ക് ഇതിൽ കാണിച്ചതിന് എല്ലാം ബാഡ് എന്ന രീതിയിൽ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. സോ ഐ ഗെസ് എല്ലാവരും പോയി കാണണം. ഫാമിലിക്ക് കാണാൻ പറ്റിയ പടം തന്നെയാണ്. എവ്രി വൺ ഷുഡ് ടേക്ക് ദിയർ കിഡ്സ് ഓൾസോ ആൻഡ് വാച്ച് ദ ഫിലിം ആൻഡ് ഐ എം വെരി ഹാപ്പി. ബ്രോയുടെ ലുക്കും മാനേഴ്സ് കണ്ട് പക്ക ഷാരൂഖ് ഖാൻ്റെ ഒരു ടൈപ്പ് ഓഫ് ആക്ടിങ്ങും ലുക്കുമാണ്. എന്താണ് അതിനെ പറ്റി അഭിപ്രായമുള്ളത്? അതിനെപ്പറ്റി അഭിപ്രായമൊന്നുമില്ല. ഉണ്ട് കേട്ടിട്ടുണ്ട് കുറച്ച്. എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ പറയില്ല. പഴയ ഒരു ഷാരൂഖ് ഖാൻ്റെ ഒരു സന്തോഷം പറഞ്ഞത്. ബട്ട് യെസ് അതെ വില്ലനായിട്ടാണ് എനിക്ക് തോന്നുന്നു. കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ നോക്കാൻ തോന്നുന്നു. ഇപ്പോൾ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് നല്ലോണം ചെയ്യാം. എനിക്ക് തോന്നുന്നു നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയെന്നാണ്. സോ അതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ബട്ട് യെസ് അങ്ങനെയാണ്. ഹോപ്പ്ഫുള്ളി നല്ലതായിരിക്കും. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു വില്ലൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സ്, കുറച്ചും കൂടെ ചെയ്യാനുള്ള നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും എനിക്ക് തോന്നുന്നു ഓൺ സ്ക്രീനിൽ ചെയ്യാൻ പറ്റുന്നതാണ് എനിക്കൊരു ഇൻസ്പിറേഷനായി തോന്നുന്നു. സോ അങ്ങനെ ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും മാക്സിമം ഈ പടത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ ഐ എം വെരി ഹാപ്പി അബൌട്ട് ദാറ്റ് ആൻഡ് ഐ എൻജോയ് ദ ക്യാരക്ടർ ടോട്ടലി. ഐ റിയലി എൻജോയ് ദ തിങ്. നെക്സ്റ്റ് വർക്ക് സംസാരത്തിലാണ്. ഒന്നും പറയാനായിട്ടില്ല. ബട്ട് ദർ ആർ കപ്പിൾ ഓഫ് വർക്ക്സ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മാസം ഹോപ്പ്ഫുള്ളി ഈ വർഷം 1-2 പടം കൂടെ വരാം എന്ന് വിശ്വസിക്കാം. താങ്ക് യു. എല്ലാവരും പറയണം പ്ലീസ് പോയി എല്ലാവരോടും പടം കാണാൻ. നിങ്ങളെല്ലാവരും കാണണം. ആൻഡ് താങ്ക് യു.